വേനൽ കനക്കുന്നതോടെ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെ വിമർശനവുമായി പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള രംഗത്ത്. കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നാണ് ഗ്രീൻ കെയർ കേരളയുടെ ആക്ഷേപം. പുല്ലും കരികിലുകളും മറ്റും നിറഞ്ഞ ഭാഗത്ത് നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും പരിസ്ഥിതി സംഘടന ആരോപിക്കുന്നു. വേനൽ കനക്കുന്നതോടെ ജനവാസ മേഖലകളിലും വനമേഖലകളിലും തീ പടരാറുണ്ട്. ആളുകളുടെ അശ്രദ്ധമായ ഇടപെടൽ കൊണ്ടാണ് പലപ്പോഴും ഇത്തരത്തിൽ കാട്ടുതീ പടർന്നു പിടിക്കാറ്. വേനൽക്കാലങ്ങളിൽ വനംവകുപ്പ് നടത്തുന്ന കൺട്രോൾ ബേണിംഗിനെതിരെയാണ് ഇപ്പോൾ പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. കാട്ടുതീ തടയാനെന്ന പേരിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് അശാസ്ത്രീയമാണെന്നും പുൽമേടുകളിൽ നടത്തുന്ന കൺട്രോൾ ബേണിംഗ് പലപ്പോഴും ആ ഭാഗത്തെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്നുവെന്നും ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഈ കൺട്രോൾ ബേണിംഗ് എന്ന ഈ തീയിടൽ പ്രക്രിയ മൂലം വനത്തിനുള്ളിലെ ഉരകജീവികള്, പാമ്പ്, അതുപോലെ കരയാമ, പക്ഷികളുടെ മുട്ടയടക്കം അനേകം പക്ഷികളും അപൂർവ ഇനം സ്പീഷീസുകളും ഇതിനോടൊപ്പം ബന്ധുബന്ധികളാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ കൺട്രോൾ ബേണിംഗ് എന്ന സിസ്റ്റം കാലഹരണപ്പെട്ടതും അശാസ്ത്രീയവുമാണ്. ഇതിനെതിരെ നിരവധി തവണ പരാതിയും റിപ്പോർട്ടും കൊടുത്തിട്ടും ഇപ്പോഴും ഇവർ നിർബാധത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഉന്നത അധികാരികൾ, സർക്കാർ ഇതിൽ ഇടപെട്ട് ഈ കൺട്രോൾ ബേണിംഗ് സിസ്റ്റം, അശാസ്ത്രീയമായ സിസ്റ്റം നിർത്തിവെപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പുൽമേടുകളുടെയും മറ്റും സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന കൺട്രോൾ ബേണിംഗ് രീതി ഒഴിവാക്കണമെന്നും വന്യജീവികൾ ജനവാസ മേഖലകളിൽ ഇറങ്ങി വരുത്തുന്ന നാശനഷ്ടങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും നഷ്ടപരിഹാര തുക കാലതാമസമില്ലാതെ നൽകാൻ വനംവകുപ്പ് ഇടപെടൽ നടത്തണമെന്നും ഗ്രീൻ കെയർ കേരള ആവശ്യമുന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.